ഇതിപ്പോ അത്യാവശ്യം നല്ല പൈസ ഇറക്കിയ വണ്ടിയാണല്ലോ. അറൗണ്ട് 2 ലക്ഷത്തിനടുത്ത് ഫിറ്റിംഗ്സ് കയറിയ വണ്ടി. 2 ലക്ഷത്തിനടുത്ത് ഫിറ്റിംഗ്സ്. ഇത് 22,000 കിലോമീറ്റർ ഡീസൽ വണ്ടി, SX വണ്ടി, കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫൈനലായിട്ട് നമുക്ക് 5,80,000 കിട്ടും. 5,80,000 അടിപൊളി. 5,80,000 സ്വിഫ്റ്റിന് കഴിഞ്ഞു. സ്വിഫ്റ്റിനും വരില്ലെങ്കിൽ അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ ഓട്ടോമാറ്റിക് കറക്റ്റാ. കറക്റ്റാ അല്ലേ? ഇത് കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. നമുക്ക് ഫൈനൽ 5,20,000 കൊടുക്കാം. 5,20,000 8,10,000 കൊടുക്കും ഫൈനൽ. 8/10 2022 വണ്ടി. 22 വണ്ടി. ഞാൻ നമ്മുടെ എല്ലാ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള വണ്ടി എടുത്തോളാം. അതായത് നമ്മൾ ഈ 5-10 ലാഭം നോക്കിയിട്ട് ഇച്ചിരി ക്വാളിറ്റി കുറഞ്ഞാണെങ്കിലും ആ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണിയിട്ടുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എന്തായാലും ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകളാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കാണിക്കുന്നത്. ആ അവർ പറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഗതിയോട് 100% നീതി പുലർത്തുന്ന വണ്ടികളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാനുള്ളത്. ഈ കിടക്കുന്നത് മുഴുവൻ കേട്ടോ. ഈ കിടക്കുന്ന സാധനമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്തിട്ടുള്ള താറൊക്കെയാണ്. അതായത് ഞാൻ തോന്നുന്നത് കണ്ണൂരാണ്, പയ്യന്നൂരാണ്, നമ്മുടെ A1 യൂസ് കാഴ്സിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവരുടെ വീഡിയോ ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10-25 വണ്ടി കാണിച്ചിരുന്നു. അതിനകത്ത് ആകപ്പെട്ട 2 വണ്ടിയെ ഈ ഷോറൂമിൽ ബാക്കിയുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ നല്ല വില കുറച്ചിട്ട് ബഡ്ജറ്റ് പ്രൈസിൽ ക്വാളിറ്റിയുള്ള വണ്ടികൾ എവിടെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ എവിടെയും തപ്പണ്ട. നിങ്ങൾ ജസ്റ്റ് ഇവിടെ വരിക. എടുക്കണമെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ വന്ന് നോക്കിക്കോളാം. നിങ്ങൾക്ക് പറ്റുന്ന ഒരു അടിപൊളി സാധനം എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ക്വാളിറ്റിയുള്ള വണ്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏറ്റവും ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലർക്കും അറിയില്ല ഇങ്ങനെ ഷോറൂം ഉള്ളതും നമ്മുടെ വീഡിയോസിലായിട്ട് കാണാത്തവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കൊക്കെ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി ഞാൻ ക്വാളിറ്റിയുടെ കാര്യം പറയുന്നില്ല, ബാക്കി നിങ്ങൾ തന്നെ കണ്ടു നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. നേരെ വീഡിയോയിലേക്ക്. നമ്മൾ എപ്പോൾ A1 ന്യൂസ് ചാനൽസിൽ വന്നാലും എന്താ ഇതുപോലത്തെ ഒരു മുതൽ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം നിങ്ങളെ കാണിക്കാനുള്ളത് ഒരുവിധം എല്ലാ സെഗ്മെൻറ്റിലുള്ള വണ്ടികളും ഉണ്ട്. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ. രതീഷ് ബ്രോ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നല്ല അടിപൊളി വണ്ടികൾ അല്ലേ? കണ്ണും പൂട്ടി എടുത്ത് പോവാ. 100% ഗ്യാരണ്ടി. അതായത് നമ്മൾ കഴിഞ്ഞ നിങ്ങൾ സംശയം കയറി നോക്കിയോ, കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്ന ഈ വണ്ടികളിൽ ഒരെണ്ണം പോലും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. ആകെ ആ ഒരെണ്ണം ഉണ്ടാവുള്ളൂ അല്ലേ? ഈ ഗിയ അല്ലേ ഉള്ളൂ? ഈ ഗിയ മാത്രമേ ഉള്ളൂ. അടിപൊളി കേട്ടോ. ബാക്കി എല്ലാം നമ്മൾ സെയിൽ ചെയ്തു. സന്തോഷം കേട്ടോ. ഒരുപാടധികം സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് വന്നു അല്ലേ? ഇനിയും ഒരുപാട് പേർക്ക് വണ്ടികളൊക്കെ ആവശ്യം ഉണ്ടാവും. നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ നിങ്ങൾ കൊടുക്കുള്ളൂ അല്ലേ? 100% ഗ്യാരണ്ടി കൊടുക്കും. അപ്പോൾ എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തട്ടെ അല്ലേ? 100% എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കോട്ടെ. വാറണ്ടിയോടെ നല്ല ക്വാളിറ്റിയിലെ വണ്ടികൾ. അതായത് നമ്മുടെ എങ്ങനെയാ വാറണ്ടി കേസ് എങ്ങനെയാ? വാറണ്ടി 2015 ശേഷം എല്ലാ വണ്ടികൾക്കും കമ്പനി വാറണ്ടി ഇല്ലാത്ത വണ്ടികൾ കമ്പനി വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം 7 സ്റ്റിക്കും വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും എഞ്ചിനും ഗിയർ ബോക്സിനും 6 മാസം വാറണ്ടി കിട്ടും. 15 ശേഷമുള്ള വണ്ടിക്ക്. ഇവിടെ കിടക്കുന്ന ഒരുവിധം വണ്ടിക്ക് എല്ലാത്തിനും വാറണ്ടി ഉണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും തുടങ്ങിയാൽ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ വണ്ടി തന്നെ 4 എണ്ണം നിരത്തി ഇട്ടിട്ടുണ്ട്. ടിയാഗോ ആണ്. ടിയാഗോ ഇത് ഏതാ മോഡൽ? ഇത് 2021 വണ്ടി. 21 പെട്രോൾ ഓട്ടോമാറ്റിക് XZA ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് വണ്ടി. XZA പ്ലസ് ഇല്ലല്ലോ? പ്ലസ് അല്ലേ? പ്ലസ് ആണ്. ഓക്കെ. അപ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഇന്ത്യയിൽ ഒക്കെ നിങ്ങൾക്ക് ഒന്ന് ചോദിച്ചാൽ കാറ്റലോഗ് ഫോട്ടോസ് എല്ലാം ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ. നമുക്ക് വേഗം പറഞ്ഞു പോവാം. 100%. ഓക്കെ. അപ്പോൾ എന്തായാലും ഇതിപ്പോ കിലോമീറ്റർ 40,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ. എന്തെങ്കിലും ഏതെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ പറയണേ. എല്ലാം ഇങ്ങനെ ചോദിക്കണ്ടല്ലോ. ശരി. ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് നമുക്ക് 5,20,000 കൊടുക്കാം. 5,20,000 21 ഓട്ടോമാറ്റിക് വണ്ടി ഒന്ന് ആലോചിക്കണം. അതുപോലെ തന്നെ EV വേണമെങ്കിൽ EV ഉണ്ട്. ഇത് 23 വണ്ടി, MR വണ്ടി, XT വേരിയന്റ്, സിംഗിൾ ഓൺഷിപ്പ്, 40,000 കിലോമീറ്റർ. 40,000 ഓടിയിട്ടുള്ള അതും EV ആണ് കേട്ടോ. EV ആണ്. ഇത് കിലോമീറ്റർ എത്ര കിട്ടും? റേഞ്ച് 180 പ്രതീക്ഷയായി. 180 200 ഉള്ളിലേ കിട്ടുള്ളൂ അല്ലേ? ഒരു 150 ഒക്കെ പ്രതീക്ഷയായി. ചെറിയ വണ്ടിയല്ലേ? 180 കിട്ടും എന്തായാലും. ഉണ്ടല്ലേ? കൺഫേം. ഓക്കെ. നല്ല വൃത്തിയുണ്ടോ? കാര്യമായ പുതിയ 4 ടയർ ഇട്ടിട്ടുണ്ട്. ടയർസ് കാര്യങ്ങൾ പുതിയ കമ്പനി സർവീസ്, വാറണ്ടി കട്ടായില്ല. 10 ലക്ഷം അല്ല 10 ലക്ഷം രൂപ വിലയുണ്ട് പുതിയന്. 9,48,000 രൂപ ഇപ്പൊ വിലയുണ്ട് അല്ലേ? ഓക്കെ. ഇത് അത്യാവശ്യം വേറെ അപാകതയൊന്നും ഇല്ലാത്ത ക്ലീൻ വണ്ടി. വിലയോ? 5,90 നെറ്റ് കൊടുക്കാം. 5,90. മോശമൊന്നുമില്ല അല്ലേ? അപാകത കാര്യങ്ങളൊന്നുമില്ല. 5,90 ഫൈനൽ. ഓൾമോസ്റ്റ് ഒരു 4 ലക്ഷം രൂപേന്റെ അടുത്ത് ഡിപ്രീസിയേഷൻ വന്നു അല്ലേ? അതും വലിയ കാര്യമായിട്ട് എന്താ പറയാ കൂടുതലൊന്നും പറയാനില്ല. എന്തൊക്കെ പറഞ്ഞാൽ EV അല്ലേ അല്ലേ? അടുത്തതായിട്ട് ഒരു നീലപ്പൻ മഞ്ചേതാ? ഇത് 2024 മോഡൽ 25 രജിസ്ട്രേഷൻ 8,000 കിലോമീറ്റർ ടിയാഗോ. 24-25 രജിസ്ട്രേഷൻ. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് നിങ്ങൾക്ക് വരുന്നവർക്ക് ഹിസ്റ്ററി നോക്കാം. ന്യൂ ഷേപ്പ് വണ്ടി ഹിസ്റ്ററി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. XT വേരിയന്റ്. ശരി. കിലോമീറ്റർ എത്ര പറഞ്ഞേ? 8,000. വെറും 8,000. അടിപൊളി. മോശമൊന്നുമില്ല കേട്ടോ. വെറും 8,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. വിലയോ? വില നമുക്ക് 5,30,000 കൊടുക്കാം. 5,30. അതായത് 2024 മോഡൽ 25. വെറും 8,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് 5,30. അടിപൊളി. അത് നെഗോഷ്യബിൾ അല്ലേ? ചെറിയൊരു മാനേജ് കൊടുക്കാം. ശരി. ഫുൾ ലോൺ കിട്ടും. 1 രൂപ പോലും മുടക്കണ്ടെന്നുള്ളതാണ് ഹൈലൈറ്റ്. ഈ വെള്ളയാണെങ്കിലോ? ഇത് 2024 വണ്ടി XT തന്നെ 20,000 കിലോമീറ്റർ വണ്ടി. ഏതാ?
24 XT 20,000 കിലോമീറ്ററുടെ വണ്ടി. ആ ഇതിന് ക്ലെയിം ഉണ്ട്, 6,000 രൂപ ക്ലെയിം ഉണ്ട്. ക്ലെയിമോ? ക്ലെയിം ഉണ്ട്. മെയിൻ ക്ലാസ് മാത്രം. മേജർ ഇടി ഒന്നുമല്ലോ? വേറൊന്നുമില്ല. ശരി. വിലയോ? വില നമുക്ക് 5,15,000 നെറ്റ് കൊടുക്കാം. 5,15. അതായത് 20,000 കിലോമീറ്റർ ഓടി. 20,000 കിലോമീറ്റർ മോശമൊന്നുമില്ല കേട്ടോ. എക്സ്റ്റി ആണ്. ആ മെയിൻ ക്ലാസ് മാത്രമേ മാറിയുള്ളൂ. ഹിസ്റ്ററി ഉണ്ടല്ലോ അല്ലേ? മേജർ ഇല്ലാന്ന് ഉറപ്പല്ലേ? 100% പറഞ്ഞതല്ലേ? അടിപൊളി. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു അമേസ് കിടക്കേണ്ട. അമേസ് ഡീസൽ ആരെങ്കിലും നോക്കുന്നുണ്ട്, ഇത് കിടിലൊരു വണ്ടി. ഇതേ മോഡൽ 2021 മോഡല് സിംഗിൾ ഓണർഷിപ്പ് 68,000 കിലോമീറ്ററുടെ അമേസ്. വെറും 68 ഓടി. വെറും 68,000 കിലോമീറ്റർ. അടിപൊളി. അതായത് ഡീസലില് 21 വണ്ടിയൊക്കെ 21 ഡീസൽ വന്നിട്ടുണ്ട് അല്ലേ? 21 നിർത്തുന്നത് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. ഈ 60,000 കിലോമീറ്റർ ജെനുവിൻ അല്ലേ? കമ്പനി ഹിസ്റ്ററിയില്ല വണ്ടി. ഒരാ ഭാഗത്തില്ല. 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. 100% ഉറപ്പായിട്ട് കിട്ടും. ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് നമുക്ക് ഫൈനലായിട്ട് 7,40,000 രൂപ കൊടുക്കാം. 7,40,000. അത് എന്താ പറയാ, ഇപ്പൊ കൂടുതലൊന്നും പറയാൻ പറ്റൂല അല്ലേ? റേഞ്ച് ഡീസൽ അറിയാലോ. അത് മാത്രല്ല ഈ സാധനം കിട്ടാനില്ലല്ലോ. ഡിമാൻഡിംഗ് അല്ലേ? ഓക്കെ. അപ്പൊ വണ്ടിയുടെ കാര്യത്തിൽ 100% ഗ്യാരണ്ടി. ചെറിയൊരു മാറ്റം ചെയ്താ റേറ്റിൽ എന്തായാലും നമ്മൾ കുറയുമല്ലോ. അത് നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് മാത്രം കൊടുത്താ കേട്ടോ. കുറെ ആൾ കാണാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എല്ലാവർക്കും. അപ്പൊ അതായത് ഡീസലിൽ അമേസ് വേണമെങ്കിൽ 25 കിലോമീറ്റർ മൈലേജ് ഉള്ള വണ്ടി വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോ. നമ്പർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2023 54,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ്. 23 സിംഗിൾ ഓൺഷിപ്പ്. അതായത് VX ആണോ? VX വണ്ടി. പെട്രോൾ ആണ്, മിഡിൽ ഓപ്ഷൻ ആണ്. പിന്നെ ഇത് നമുക്ക് എന്ത് വില വരുന്നുണ്ട്? നമുക്ക് ഫൈനൽ 6,400 കൊടുക്കാം. 6,25,000 രൂപ അല്ലേ? അതൊക്കെ നോർമൽ ആ വില വരുമല്ലോ എന്തായാലും. അതുപോലെ തന്നെ അൾട്രോസ് ആണെങ്കിലോ? അൾട്രോസ് 2021 XZ എന്ന് പറഞ്ഞ വേരിയന്റ്. ഫുൾ ഓപ്ഷൻ വണ്ടി, ബട്ടർ സ്റ്റാർട്ട് ഒക്കെ വരുന്നത്. ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ വരും. ഫുള്ളിന് തൊട്ട് താഴെ. അല്ല സോറി, XZ പ്ലസ് ആണ്. പ്ലസ് ആണോ? പ്ലസ് ആണ്. അപ്പൊ ഏറ്റവും ഫുൾ ഓപ്ഷൻ. 61,000 കിലോമീറ്റർ ഓട്ടം. ഇതിലൊരു ഡോർ റീപ്ലേസ് ഉണ്ട്. പെട്രോൾ അല്ലേ? പെട്രോൾ വണ്ടി. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. വേറെ ആക്സിഡന്റ് ഡോർ റീപ്ലേസ്മെന്റ് കാര്യം. സ്കിന്ന് മാത്രമാണോ അതോ? സ്കിന്ന് മാത്രം, ഗ്ലാസ് മാറില്ല. മേജർ പ്രശ്നമൊന്നുമല്ല. പ്രശ്നമല്ല. വന്നിട്ട് ചെക്ക് ചെയ്ത് എടുത്തോളൂ അല്ലേ? നമുക്ക് എന്താ വില? നമുക്ക് ഫൈനൽ 5,20,000 രൂപ കൊടുക്കാം. 5,20,000. മോശമൊന്നുമില്ല അല്ലേ? അത്രയും ഒന്നുമില്ല. പുതിയ മോഡലല്ലേ? പുതിയ മോഡൽ. അതുപോലെ തന്നെ നിയോസ് 23 വണ്ടി. ആസ്റ്റ ഓപ്ഷനിൽ ഫ്രണ്ട് ക്യാമറ, റിവേഴ്സ് ക്യാമറ എല്ലാ ഫിറ്റിംഗ്സ് 4 ടയർസിൽ 28,000 കിലോമീറ്റർ വേണ്ടി. അതായത് 23 മോഡലിൽ 28,000 കിലോമീറ്റർ ഓടി. ഓക്കെ. പെട്രോൾ ആണ്, വലിയ കുഴപ്പമൊന്നുമില്ലാത്ത വണ്ടിയല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ വില? ഇത് നമുക്ക് നെറ്റ് ആയിട്ട് 6 രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ 23 വണ്ടി. 23 മോഡൽ വണ്ടിക്ക് 6 ലക്ഷം രൂപ അല്ലേ? അത് നെഗോഷ്യബിൾ ആവുമോ? ചെറിയ കൂടി ആയതുകൊണ്ടല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തോളാം. ചെക്ക് ചെയ്ത് മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു നെക്സോണിന്റെ ഒരു EV എടുക്കണ്ടല്ലോ. ഇതാണെങ്കിലോ? ഇത് 2022 വണ്ടി, പ്രൈം വേരിയന്റ്, XZ ഡാർക്ക് എഡിഷൻ വണ്ടി. 22 ഡാർക്ക് എഡിഷൻ അല്ലേ? നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാൻ? എല്ലാം കറുത്താണ്. എല്ലാം കറുപ്പുമായി ആയിപ്പോയി. അതാണല്ലോ ഡാർക്ക് എഡിഷൻ അല്ലേ? നല്ല ഡാർക്ക് എഡിഷൻ. ശരി. ഇത് മോഡൽ എന്ന് പറഞ്ഞാൽ ഇത് 22 വണ്ടി. കിലോമീറ്ററോ? 58,000 കിലോമീറ്റർ. വിലയാണെങ്കിലോ? 8,10,000 രൂപ കൊടുക്കും ഫൈനൽ. 8/10 2022 വണ്ടി. 22 വണ്ടി. മോശമൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? 285 കിലോമീറ്റർ ആക്ച്വൽ കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ഓക്കെ. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ എർട്ടിക ആണെങ്കിലോ? എർട്ടിക 2021 VXA വണ്ടി, സ്മാർട്ട് ഹൈബ്രിഡ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 8/10 നെറ്റ് കൊടുക്കാൻ പറ്റും. മോഡൽ ഏതാ പറഞ്ഞത്? 2021 വണ്ടിക്ക് 8/10 ഉള്ളൂ. 8/10 കൊടുക്കും. അത് ശരിക്കും നല്ല പ്രൈസ് അല്ലേ? അത് നല്ല പ്രൈസാണ്. നമുക്ക് തട്ടുമുട്ട ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ. നിങ്ങൾ വരിക, വന്നിട്ട് നോക്കിയിട്ട് എടുത്തോളൂ കേട്ടോ. വില കുറച്ച് വരുന്നു ഓർത്തിട്ട് അതിന് കംപ്ലൈന്റ് അർത്ഥമൊന്നുമില്ല. ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്നത്. 8/10 21 വണ്ടി കിട്ടോ. മിസ് ചെയ്യണ്ട. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? എസ്ക്രോസ് 2017 മോഡൽ, സ്മാർട്ട് ഹൈബ്രിഡ്, സിംഗിൾ ഓണർഷിപ്പ്, 80,000 കിലോമീറ്റർ വേണ്ടി. അതെ അല്ലേ? നല്ല നീറ്റ് വണ്ടി കേട്ടോ. അപാകതകളൊന്നും തന്നെ ഇല്ല. ഡാഷ് ക്യാമ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ഫിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട്. ബട്ടൺ സ്റ്റാർട്ട്, അല്ലെങ്കിൽ ഫോൾഡിംഗ് മിറേഴ്സ് എല്ലാം കമ്പനി വരുന്നതാണ്. ഇതിന്റെ റേറ്റ് നെറ്റ് ആയിട്ട് നമുക്ക് 7,20,000 രൂപ കൊടുക്കാം. 7,20,000. അതായത് 2017 മോഡൽ സീറ്റ അല്ലേ? സീറ്റ. ആൽഫ സോറി, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ടോപ്പ് വണ്ടി. ഓക്കെ. അപ്പം എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. 20 പുറത്ത് മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഇതാണെങ്കിലോ നമ്മുടെ സെൽറ്റോസ്. ഇത് ഏറ്റവും വലിയ ഓഫർ റേറ്റ് തരാം. ഇത് മോഡൽ ഏതായിരുന്നു? 2020 മോഡൽ, 28,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. അതായത് 10ാം മാസം 20 ഇറങ്ങിയ വണ്ടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഗ്ലാസ് ഇല്ലേ, ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ക്രാക്ക് വന്നതാണ്. ഇവിടെ ഓപ്പൺ ആയിരുന്നു. വെയിൽ കൊണ്ട് ക്രാക്ക് വന്നു. നമ്മുടെ കയ്യിൽ പറ്റി പോയതാ. ശരി. അല്ല, ഒരു കാര്യം ചെയ്താൽ അത് കാണിച്ചിട്ടേ മാറ്റാവുള്ളേ. കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇടിച്ചാ തോച്ചാന്നൊക്കെ പറയും. ഇത് 20 വണ്ടി പെട്രോൾ ലോ കിലോമീറ്റർ എന്താ വില? HDK പ്ലസ് ആണ് വേരിയന്റ്. വില നമുക്ക് നെറ്റ് കിട്ടുന്ന ഫൈനൽ റേറ്റ് 8,70,000 രൂപ കൊടുക്കും. അതിലൊരു പോലും കുറയൂല. അതിൽ കുറയാനില്ല. 8,70,000 നെറ്റായിട്ട് കൊടുക്കാം. കാരണം വെച്ചാൽ ഓൾറെഡി എടുത്ത കോസ്റ്റിംഗ് കാട്ടി 50,000 കോസ്റ്റ്. അപ്പൊ എന്തായാലും 8,70,000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു മോഡലിൽ ഈ ഒരു വണ്ടി വേറെ എവിടെ കിട്ടാൻ സാധ്യതയില്ല. നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ക്രിസ്റ്റ ഏതാ മോഡല്? ക്രിസ്റ്റ 2020 വണ്ടി,
G4 മാനുവൽ വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഫ്രണ്ട് 360 ക്യാമറ, അഡീഷണൽ ഡയമണ്ട് കട്ട്, സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, എല്ലാ ഫീറ്റിംഗ്സും കയറി 40,000 കിലോമീറ്റർ ഓടി. വെറും 40,000 ഉറപ്പാണല്ലോ അല്ലേ? 100% അല്ലേ? ഞാൻ തുറന്നു കാണിച്ചത് ഫാൻസി നമ്പറാണ്. നല്ലോണം ചെക്ക് ചെയ്തിട്ട് മാത്രം വന്നാൽ മതി. KL60 2222 ഫാൻസി നമ്പറിലോ. വില നമുക്ക് ഫൈനലായിട്ട് 18,25,000 കൊടുക്കാം. 18,000 കുറെ ഉണ്ടാവും എന്തെങ്കിലും ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, ആലോചിക്കണം നിങ്ങൾ 18 മോഡലാണ് 20 മോഡലാണ് തരുന്നത്. പിന്നെ അപാകതകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറിജിനൽ 40,000 ആകെ ഓടിയിട്ടുള്ളൂ. 40,000 ഓക്കെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മാറിപ്പോയി. ഓക്കെ, അപ്പൊ എന്തായാലും 20 വണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പറഞ്ഞ 18,25,000 അത് വിലയാ മാറിപ്പോയത്. ഓക്കെ, അപ്പൊ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. ഇതൊക്കെ ഈ ഒരു ക്വാളിറ്റിയുള്ള ഒറിജിനൽ കാറിലേക്ക് കിട്ടുമ്പോഴേ കിട്ടുള്ളൂ അല്ലേ? ഈ തപ്പിയാണെന്ന് ഒരിക്കലും കിട്ടൂല. എന്തായാലും മാക്സിമം ഫുൾ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കണേ. 100% നമ്മുടെ ആൾക്കാർക്ക് ഡിസ്കൗണ്ട് കൊടുക്കണേ. 100% കൊടുത്തിരിക്കില്ലേ? എപ്പോഴും കൊടുക്കുന്നില്ല, ഇപ്പോഴും കൊടുക്കും. അതാണ് രതീഷ് ബ്രോ. അപ്പൊ എന്തായാലും നമുക്ക് നല്ല അടിപൊളി ഒരു ബ്രസയും കാണിച്ചു കൊടുക്കാം. ഒരു EV പഞ്ച് പുത്തൻ വണ്ടി അല്ലേ? വണ്ടി. ഓക്കെ, എന്നാ പിന്നെ ബ്രസ് ഏതാ മോഡല്? ഇത് 2023 മോഡൽ, 24 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 18,000 കിലോമീറ്റർ ഓടി, VX വണ്ടി. 23, 24 വണ്ടി അല്ലേ? പുത്തൻ വണ്ടിയാണ്. പുത്തൻ വണ്ടി. കിലോമീറ്റർ എത്ര പറഞ്ഞാൽ? 18,000 കിലോമീറ്റർ. വെറും 18 ഓടിയിട്ടുള്ളൂ. വെറും 18,000 കിലോമീറ്റർ. അടിപൊളി. VX ആണ് മിഡിൽ ഓപ്ഷൻ ആണ് അല്ലേ? മിഡിൽ ഓപ്ഷൻ ആണ്. മോശമൊന്നുമില്ല. പിന്നെ ബ്രസയുടെ ന്യൂ ഷേപ്പ് വണ്ടിയാണ്. ഇത് എന്തെങ്കിലും റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ ഓൺ കയറുമോ? ഫുൾ ഓൺ കയറും. എന്താ വില? നെറ്റ് ഫൈൻ 8,90,000 രൂപ കൊടുക്കും. 8,90,000 കൊടുക്കാം. ഇത് പുതിയ എന്ത് വില ഉണ്ടെന്നറിയോ? ഒരു 11,40,000 വില ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പം എന്തായാലും ഇത് നിങ്ങൾ നോക്കിക്കോളൂ. 23, 24 വെറും 18,000 കിലോമീറ്റർ ഓടി പെട്രോൾ വണ്ടി, അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടി അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ ഇനിയാണ് മെയിൻ സാധനം പഞ്ചാണ് കേട്ടോ. പഞ്ചിന്റെ ഏറ്റവും ടോപ്പ് പുതിയ വണ്ടി. ഇത് മോഡല് 2024 പഞ്ച് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ വേരിയന്റ്. അഡ്വഞ്ചർ ഫുൾ ആണോ? അല്ലല്ല, സെക്കൻഡ് വേരിയന്റ് വരും. സെക്കൻഡ് അല്ലേ? മോശമൊന്നുമില്ല. അതൊക്കെ നോർമലി എന്തായാലും ഉണ്ടല്ലോ. കാരണം ഇതിനകത്ത് ഇപ്പൊ കീശാട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. EV ആണ് ഇത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി കണ്ടീഷൻ ആട്ടോ. ഒരു അപാകതയും ഇല്ല. ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞ ബ്രോ? കിലോമീറ്റർ 30,000 കിലോമീറ്റർ അത്ര ഓടിയുള്ളൂ അല്ലേ? ഇൻഫർടൈൻമെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങൾ അലവിൽ എല്ലാം ഉണ്ട് കേട്ടോ. എന്തെങ്കിലും അപാകത ഉണ്ടോ? ഇല്ല, ചെറിയ ടച്ചപ്പ് ചെയ്യാൻ ഡോർ സൈഡ് മാത്രം കാര്യമായ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഓക്കെ, അതായത് ആലോചിക്കണം 2024 മോഡല് വെറും 30,000 ഓടി വണ്ടി അല്ലേ? ഇത് എന്ത് റേഞ്ച് കിട്ടും ഇതിന്? ഇതിന് 300 കിലോമീറ്റർ. 300 ഒക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഒരു 250 പ്രതീക്ഷിക്കാം അല്ലേ? അല്ല, ഇപ്പൊ ലാസ്റ്റ് ചാർജ് 258 വരെ കാണിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറയാം ഒരു ആവറേജ് പ്രതീക്ഷ മതി. കാരണം ഡാറ്റൻ്റെ ഒന്നും ഒരിക്കലും പറയണതൊന്നും കിട്ടൂല. പക്ഷെ വണ്ടി നല്ല ക്യൂട്ട് വണ്ടിയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് എല്ലാം ഉണ്ടല്ലേ? ഇതിപ്പോൾ നമുക്ക് എന്താ വില? ഇത് നമുക്ക് നെറ്റ് ഫൈനൽ 9,40,000 രൂപ കൊടുക്കാം. 9,40,000. പുതിയൊരു 14 ലക്ഷം ഉണ്ട്. 14 ലക്ഷം രൂപ. 14 ലക്ഷം ഉണ്ട് അല്ലേ? ഓക്കെ, 9,40,000 രൂപ. 9,40,000 എന്തെങ്കിലും കുറയോ? ചെറിയൊരു വണ്ടി നെഗോഷ്യബിൾ ആക്കി കൊടുക്കാം അല്ലേ? അടിപൊളി. അതേപോലെ തന്നെ ഇപ്പൊ പഞ്ച് നമ്മൾ EV കാണിച്ചു. സെയിം സാധനം പെട്രോൾ അഡ്വഞ്ചർ ഓട്ടോമാറ്റിക് വണ്ടി. പെട്രോൾ അഡ്വഞ്ചർ ഓട്ടോമാറ്റിക് 3,000 കിലോമീറ്റർ വേണ്ടി. വെറും 3,000 കിലോമീറ്റർ. അമ്പ വെറുതെ ഒരു ഭംഗിക്ക് എടുക്കണമായിരിക്കും അല്ലേ? അത് പൈസ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടിരിക്കുമ്പോൾ വെറുതെ എടുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും. മോശമൊന്നുമില്ല. ഇത് അഡ്വഞ്ചർ അല്ലേ? അഡ്വഞ്ചർ വണ്ടി. അതായത് ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും വണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. AMT വരുന്ന വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. അത് വെറും 3,000 കിലോമീറ്റർ ഉള്ളൂ. പിന്നെ എന്ത് പറയാനാണ് ഞാൻ കൂടുതൽ? ഒന്നും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ വണ്ടിക്ക് 8,75,000 പേരും. എത്ര പുതിയ? 8,75 പുതിയ. നമുക്കിത് നെറ്റ് ഫൈനൽ 6,90 കൊടുക്കാം. 6,90. അപ്പൊ ഏകദേശം ഒരു 2 ലക്ഷം രൂപ അടുത്തില്ലേ മാറി. വെറും 3,000 കിലോമീറ്റർ ഓടി. 24 മോഡൽ 25 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? ഓക്കെ, എന്നാലും നല്ല ക്ലീൻ വണ്ടിയാണ് കേട്ടോ. വെറും 3,000 ഓടിയിട്ടുള്ളൂ. ആർക്കെങ്കിലും വേണേ നോക്കിക്കോളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും കുറേ ഉണ്ടെങ്കിൽ കുറച്ച് കൊടുക്കൂലേ? ചെറിയൊരു വണ്ടി ചെയ്ത് കൊടുക്കാം അല്ലേ? അടിപൊളി. രതീഷ് ബ്രോ, ഇനി ഇതാണ് താരം അല്ലേ? നമ്മളിവിടെ എപ്പോ വന്നാലും ഒരു വണ്ടി ഉണ്ടാവും. ഐശ്വര്യാണ്. രാശിയായിട്ട് അവിടെ കിടന്നോട്ടെ. ഇതിപ്പോ അത്യാവശ്യം നല്ല പൈസ ഇറക്കിയ വണ്ടിയാണല്ലോ. അറൗണ്ട് 2 ലക്ഷത്തിനടുത്ത് ഫിറ്റിംഗ്സ് കയറിയ വണ്ടി. 2 ലക്ഷത്തിനടുത്ത് ഫിറ്റിംഗ്സ്. അത് 2021 വണ്ടി. 21 ആണ്. അതിൻ്റെ അകത്ത് ഈ ബമ്പർ ഉണ്ട്. അതുപോലെ തന്നെ ആ മേലെയുള്ള ലൈറ്റ്, പിന്നെ ഉള്ളിലൊക്കെ കുറെ വർക്ക് ചെയ്തിട്ടില്ലേ? 21 ഡീസലോ പെട്രോളോ? ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി. അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക് അല്ലേ? 20. ഇത് വണ്ടി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? ലൈക്ക് അതൊക്കെ ഒന്ന് മാറിയപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഒരു ബാധയില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. കിലോമീറ്റർ 60,000 കറക്റ്റ് ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ വില കൂടി കേട്ടെ. 14,45 നെറ്റിന് കൊടുക്കാം. 14,40,000 രൂപ. അത് എന്തെങ്കിലുമൊക്കെ കുറയാണെങ്കിൽ കുറച്ച് കൊടുക്കൂലേ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പൊ ആർക്കെങ്കിലും താറ് വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്ത് ഇപ്പൊ കൊണ്ടുപോയി ഒന്നും ചെയ്യണ്ട കേട്ടോ. നല്ല വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യണം. അതെ, അതിന്റെ എല്ലാം കൂടി നമുക്ക് അതിന് ഇൻഡിക്കേറ്റർ ആയിട്ട് തരും. ഓക്കെ, ഇനി ഇതാണെങ്കിലോ? ഇത് 2022 മോഡല്
SXO എന്ന് പറഞ്ഞാൽ ഡീസൽ ഓട്ടോമാറ്റിക്. അടിപൊളി. ഡീസൽ ഓട്ടോമാറ്റിക്കാ? ഡീസൽ ഓട്ടോമാറ്റിക് കറക്റ്റാ. കറക്റ്റാ അല്ലേ? ഇത് കിലോമീറ്ററോ? 40,000 കിലോമീറ്റർ കമ്പനി സർവീസ്. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. അന്ന് ഇറങ്ങിയ ഏറ്റവും ടോപ്പ് ഓട്ടോമാറ്റിക്. വിലയോ? വില നമുക്ക് ഫൈനലായിട്ട് 16,20,000 കൊടുക്കാം. 16,20. അത് എന്തെങ്കിലും കുറേ ഉണ്ടാവില്ല? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് മോഡൽ കൂടുതലുള്ളതുകൊണ്ടാട്ടോ. ഇനി ആ സെയിം സാധനത്തിന്റെ പഴയത് 2018 വണ്ടി, പെട്രോൾ ഓട്ടോമാറ്റിക്. 18 ഫസ്റ്റ് അല്ലേ? 18 ഫസ്റ്റ്. പെട്രോൾ ഓട്ടോമാറ്റിക് 50,000 കിലോമീറ്റർ വേണ്ടി. അത്ര ഓടിയുള്ളൂ? 50,000 കറക്റ്റ് കമ്പനി ഹിസ്റ്ററിയിൽ വേണ്ടി. പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? ശരി, അത്ര ഓടുള്ളൂ. കാരണം എണ്ണ അടിച്ച് മുടിയുമല്ലോ. ഒരു 10 കിലോമീറ്റർ ഒക്കെ പ്രതീക്ഷ. 10 to 12 അതേ പറഞ്ഞത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ വണ്ടി ഓടിക്കാനുള്ള സുഖമാണ് അല്ലേ? കംഫർട്ട്. സ്ഥിരമായ ഓട്ടം ഇല്ലാത്തവർക്കൊക്കെ എടുക്കാം. ശരി, ഇതിപ്പോ നമുക്ക് എന്താ വില? ഇത് ഫൈനലായിട്ട് നമുക്ക് 780 8 കൊടുക്കാം. 780 പെട്രോളിൽ ഓട്ടോമാറ്റിക്കൽ ഏറ്റവും ടോപ്പ് എൻഡ്, അതും 17 മോഡൽ 18 രജിസ്ട്രേഷൻ അല്ല? 18 മോഡൽ. എന്താ അറിയോ? 18 പകുതിക്ക് മുതൽ ഈ ഗ്രില്ല് മാറി. അത് കണ്ടോണ്ട് പറഞ്ഞതാ ഞാൻ. 18 9 മസാല റേഞ്ച്. അതെ. അടുത്തത് വെന്യൂ ആണ്. വെന്യൂ 4 എണ്ണം. അത് നിരന്ന് കിടക്കണോ 4 എണ്ണം? ഇതിപ്പോ ഏതാ മോഡല്? ഇത് 2024 വണ്ടി. SX ടോപ്പ് ഡീസൽ വണ്ടി. 24 ആണ്. അതായത് നമുക്കിപ്പോ ഒരു ഓട്ടോമാറ്റിക്കിന്റെ ആവശ്യം ഉണ്ടായിരുന്നു, അത് മാത്രമില്ല അല്ലേ? ഇല്ല, ബാക്കി എല്ലാം ഉണ്ട്. അടിപൊളി. ഇത് 24 കിലോമീറ്ററോ? ഇത് 22,000 കിലോമീറ്റർ ഡീസൽ വണ്ടി. SX വണ്ടി കമ്പനി സർവീസ് ആണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. കമ്പനി ആ സമയത്ത് 15 ലക്ഷത്തിന് വേണ്ടി നമുക്ക് ഫൈനലായിട്ട് 11,35,000 കൊടുക്കാം. 11,35 കൊടുക്കാം. 11,35 കൊടുക്കാം അല്ലേ? 35 ഡീസൽ മാനുവൽ. ഡീസൽ മാനുവൽ വണ്ടി. അടിപൊളി, നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. അതുപോലെ തന്നെ സെയിം സാധനം ഉണ്ടല്ലോ. ഇതും 24 വണ്ടി പെട്രോൾ ആണ്. SX നൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞ വേരിയന്റ് വരിക. ഇത് 18,000 കിലോമീറ്റർ ഓടിയ വണ്ടി. അത്ര ഓടിയുള്ളൂ? പെട്രോൾ ആണല്ലോ അല്ലേ? പെട്രോള്. ഇത് നെറ്റ് ഫൈനൽ നമുക്ക് 9,20,000 കൊടുക്കാം. 9,70 കൊടുക്കാം. 9,70. എന്തെങ്കിലും കുറേ ഉണ്ടാവില്ലേ? ചെറിയൊരു മാറ്റം ചെയ്ത് കൊടുക്കാം. 9,75 ID ടോപ്പ് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റും. ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇതാണെങ്കിലോ? ഇത് 2021 വണ്ടി. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. സോറി, സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. ഫുൾ ഓപ്ഷനാ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ഓടിയത് 38,000 കിലോമീറ്റർ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ ഉപയോഗിച്ചാണ് സംഭവിച്ച. ആള് LIC ഓഫീസറാണ്. ആള് വെയിലേക്ക് മാറിയതാണ്. ശരി. ഇത് നമുക്ക് എന്താ വില? ഇത് നെറ്റ് ആയിട്ട് നമുക്ക് 7,15,000 കൊടുക്കാം. 7,15 കൊടുക്കാം. ഇത് മാനുവൽ ആണ്, പെട്രോൾ ആണ് അല്ലേ? അടിപൊളി. അതുപോലെ തന്നെ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. ഇത് 2022 വണ്ടി. ബേസ് ആണ്. ബേസ് ആയാൽ പോലും അഡീഷണൽ അലോയ് വീൽസ്, റിവേഴ്സ് ക്യാമറ, എല്ലാ ഫിറ്റിംഗ്സും റെഡി. ഫോട്ടോ വിൻഡോ ഒക്കെ ഇല്ല? എല്ലാം ഉണ്ട്. ഓക്കെ. ഇതിപ്പോ 22 അല്ലേ? 22 സിംഗിൾ ഓൺഷിപ്പ്. 22 സിംഗിൾ ഓണർ ആണ്. ഒരു ഡോർ റീപ്ലേസ്മെന്റ്. ഡോറിന്റെ സ്കിന്ന് മാത്രമേ ഡോറ്, പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയില്ല. ജസ്റ്റ് ഒരു കൊച്ചൊരു കല്ല് വെച്ച് വരച്ചാലും കൊണ്ടുപോയി കൊടുത്താൽ അവർ മാറ്റി തരുള്ളൂ. നന്നാക്കണ പരിപാടി ഇല്ലല്ലോ. അതില്ല. അതെ. ഇതിപ്പോ വേറെ ഭാഗത്തൊന്നുമില്ല. വേറെ ഭാഗത്തൊന്നുമില്ല. ശരി. എന്താ വില? ഇത് ഫൈനലായിട്ട് നമുക്ക് 5,80,000 കിട്ടും. 5,80,000? അടിപൊളി. 5,80,000 ഒരു സ്വിഫ്റ്റിന് സ്വിഫ്റ്റിനെങ്കിലും വരില്ലേ കൈ? അപ്പൊ അത് നല്ല അടിപൊളി ഒരു വെന്യൂ ആണ്. ഇത് ആർക്കെങ്കിലും വേണം നോക്കിയോ, സമയം കളണ്ട. 5,80,000 വെന്യൂ ആദ്യമായിട്ട് കാണിക്കുന്ന അല്ലേ? വേറെ ഭാഗത്തൊന്നുമില്ല. അടിപൊളി ക്ലീൻ സാധനം. ആർക്കെങ്കിലും വേണം നോക്കിയോ. ഇത് 4 പുതിയ ഡയറക്ടറി, പുതിയ ഇൻഷുറൻസ് എല്ലാം വരുന്ന വേണ്ടി. ലെവലിനുള്ള പൈസ ഇല്ലേന്ന്? ഓക്കെ. അപ്പൊ എന്തായാലും ഇത് നോക്കിക്കോട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ സ്ഥിതി ചെയ്യുന്ന A1 യൂസേഴ്സ് അല്ലേ? ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നെടുക്കാം. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചെക്ക് ചെയ്ത് എടുക്കാവുള്ളൂ ഏത് വണ്ടി എടുക്കുമ്പോഴും. പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈ നല്ല വണ്ടികൾ കാണിക്കുമ്പോൾ ഒരു സമാധാനം അല്ലേ? ഒരുപാട് അധികം ആൾക്കാർ, കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ഒറ്റ വണ്ടി പോലും 1-2 വണ്ടിയൊക്കെ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാം സെയിലായി പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് അത്രയും നല്ല വണ്ടികൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് മാക്സിമം ഫുൾ ഓണിൽ വില കുറച്ചിട്ട് നല്ല വണ്ടി. ഓക്കെ. അപ്പോൾ എന്തായാലും കോൺടാക്ട് ചെയ്തോ, നമ്പറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് കാര്യം പറയാം, ഇവരുടെ അടുത്തൊരു എപ്പിസോഡ് വരുന്നുണ്ട്. ഇവരുടെ ലോ ബഡ്ജറ്റ് വണ്ടികൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫുൾ എപ്പിസോഡ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ആ ഒരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ബൈ.